ഇന്നത്തെ വീഡിയോ കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അത് അപ്ലോഡ് ആക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട് പോകത്തൊട്ടിപ്പാറയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൊറയൂരെത്തി. അങ്ങനെ ഞാൻ ചുമ്മാ അതൊക്കെ ഒരു വ്ളോഗാക്കാൻ വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവിടുന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സും കാര്യമൊക്കെ എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചാണ്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ എന്നോട് എന്താ വേണ്ടിയെന്നൊക്കെ അങ്ങനെ ചോദിക്കണം, ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കോളി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സ് വിൽക്കണ കാക്കത് എന്താ എല്ലാവരും കൂടി മൂന്നാളും കൂടി ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയിരിക്കണേ, കരിങ്കൊടിയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ടേസ്റ്റ് നോക്കാൻ ഒരു പീസൊക്കെ തന്നിട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ പീസൊക്കെ തന്നതല്ലേ ഏരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ സാധനം വാങ്ങിയിട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഫൈസിക്കും അയാൾ എന്തോ ഒരു ഫ്രൂട്ട്സിൻ്റെ പീസ് കൊടുത്തു. അപ്പോൾ ഓൻ വാങ്ങണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓനോട് പറയണം വാങ്ങിക്കോ എന്ന്. ആര് തന്നാലും വാങ്ങണം, ഓനിങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ, വാങ്ങണമെന്ന് ആലോചിച്ച് നിൽക്കണം. അപ്പോൾ ഞാൻ വാങ്ങിക്കോ പറഞ്ഞാൽ ഞാൻ എനിക്ക് കിട്ടിയ പീസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇപ്പോൾ ഓർമ്മയില്ല, വോയിസ് ഓവർ കൊടുക്കുകയാണ്. അത് ഞങ്ങൾ ചിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ ഞങ്ങൾ പോത്തടിപ്പാറ എത്തിയിട്ട് അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ഭയങ്കര അതിൻ്റെ പരിപാടീൻ്റെ നേർച്ചൻ്റെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അവിടെ കുറേ ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ സൈഡിൽ കുറേ ബലൂണും കുറേ ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫൈസിക്ക് കാണാൻ വേണ്ടി വണ്ടി നിർത്തിച്ചാൽ നോക്കുക കേട്ടോ, ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൻ്റെ ടോയ്സൊക്കെ കണ്ട് ഏതായാലും പിന്നെ വന്ന് വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട്. നൈറ്റ് ഞങ്ങൾ ഇങ്ങോട്ട് വരും. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന ഈ ഒരു നേർച്ചയ്ക്ക് വരാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ. എനിക്ക് ഏതെങ്കിലും വർഷം മിസ്സായി എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം കുറേ മുന്നേ തന്നെ ഡേറ്റ് ആയോ എന്നങ്ങ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ പോരാൻ പറ്റി. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. വീടിൻ്റെ അവസ്ഥ ഒന്നും ആരും നോക്കണ്ട, താഴെ കറുപ്പിട്ടാണെങ്കിലൊക്കെ കീറിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തി. ഫൈജി അടങ്ങിയിട്ടില്ല, ഓന് ഇറങ്ങി ഓടണം എന്നുള്ള സോയിലാണ്. അപ്പോൾ ഓമേ ഇറങ്ങുക കേട്ടോ. ഓന് പിന്നെ എവിടെയെങ്കിലും എത്തിയാൽ അപ്പം തന്നെ ഇറങ്ങി ഓടണം. ഇങ്ങോട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി എറിയണം, എന്നിട്ട് പുറത്തോട്ട് ഓടണം. ഇതൊക്കെ തന്നെയാണ് ഓൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുക. അതിൻ്റെ കുറച്ച് മുന്നേ സ്റ്റൂളൊക്കെ എടുത്ത് എറിഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് മിഠായി വാങ്ങിയിട്ട് എൻ്റെ ഫേവറേറ്റ് മിഠായി ആണിട്ടത്, മെലഡി എന്ന മിഠായി. ഒരു കോഫി ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓനെന്താ ഒപ്പിച്ചതെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഓൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റൂൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറിയിരിക്കും. എല്ലാവരും ഇരിക്കുന്ന പോലെയല്ല ഓൻ ഇരിക്കുക, അതിന് കാലുമ്മലാണ് കേട്ടോ ഓൻ ഇരിക്കുക. അങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെയാണ്. ഇങ്ങോട്ട് ടൈമെന്ന് കൊയിഞ്ഞാടും നുളൊളിച്ചു. അപ്പം ഞാൻ വീഴുമ്പോൾ സ്പോട്ടിൽ തന്നെ പിടിച്ചാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയായി ഓൻ്റെ വൈത്തല നടക്കുന്നുണ്ട്. ആ ടൈമിൽ എൻ്റെ അനിയത്തി അവിടുന്ന് പുറത്തുനിന്ന് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്, കോയിനെ കാണാനില്ല, കുറുക്കം കൊണ്ടുപോയി എന്നൊക്കെ. അപ്പോൾ ഓനക്ക് മനസ്സിലായി പുറത്താരോ ഉണ്ട്. അപ്പോൾ ഓന് ഇതിൽ കൂടെ നോക്കട്ടെ, വാതിലടിച്ചുകൊണ്ട് അവന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. എന്നിട്ട് വലിയ പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പം തന്നെ ഞങ്ങൾ പിടിച്ചകത്താക്കുന്നുണ്ട്, ഒറ്റ ഓട്ടേക്കരം. അതുകൊണ്ട് അപ്പോൾ വേണ്ട നിലത്ത് കടക്കൂട്ടോ പിടിച്ചുമ്പോൾ. അവനെ കിട്ടാതൊക്കെ ഉള്ള ഐഡിയാണ്. ഇങ്ങോട്ട് ഓടി ഒറ്റ വീണ മാതിരി കാണിച്ചു, നുളൊളിച്ചു. ഇതൊക്കെയാണ് അവൻ്റെ സ്ഥിരം പരിപാടികൾ. അങ്ങനെ ഞങ്ങൾ മിഠായിയൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ ഈ മിഠായി കണ്ടപ്പോൾ ഓന് മിഠായി പാട്ട് പാടാൻ ഓർമ്മയൊന്നും പാടുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കപ്പയും നല്ല മത്തിക്കറിയും കുറച്ച് ചായയും കുടിച്ച് അങ്ങനെ അന്നത്തെ ദിവസം ഹാപ്പി. ഇത് പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ തേക്ക് മ്യൂസിയത്തിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്നലത്തെ പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നൈറ്റ് പോയി ഫുൾ അവിടെ ആക്റ്റീവായി, വീഡിയോസൊന്നും എടുക്കാനുള്ള മൂഡ് വന്നില്ല. മാക്സിമം എൻജോയ് ചെയ്ത് നേർച്ചക്കൊക്കെ പങ്കെടുത്ത് സാധനങ്ങൾ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിറ്റേ ദിവസം തേക്ക് മ്യൂസിയത്തേക്ക് പോയി. അവിടെ നിന്നുള്ള വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലൂടെയൊക്കെ നടക്കുകയാണ്, കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. എടുത്ത് നടക്കുമ്പോൾ വലിയ സുഖമൊന്നുമില്ല, എവിടെയെങ്കിലും ഇരിക്കാൻ തോന്നും. പക്ഷെ ഓനിരിക്കാൻ സമ്മതിക്കില്ല, ഓനയിലാറ് ഓടി നടക്കണ ഒരു മൂഡിലാണ്. അങ്ങനെ ഇപ്പോൾ സെമി എടുക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു,
ഇതിപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ഫുള്ള് നടന്നിട്ടിത് കുറേ നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സാധനം കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം. എന്നാൽ പിന്നെ ഒറ്റയടിക്ക് ഏകദേശമൊക്കെ വീഡിയോ എടുക്കാൻ കഴിയുമല്ലോ. എടുത്തിട്ട് ഇപ്പോൾ തീരൂല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മുകളിൽ കയറിയപ്പോഴുള്ള വ്യൂ. എന്തൊക്കെയോ പ്രതിമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ അവിടെ. കുറേ മുന്നേ ഞാൻ വന്നിന്, അപ്പം ഇങ്ങനെയൊന്നുമില്ല. ഇനി ഇപ്പോൾ വന്നപ്പോൾ എന്തൊക്കെയോ കുറേ ചേഞ്ചൊക്കെ വന്നിന്, കുറേ ചെടികളും അതും ഇതൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ അകത്തുള്ള വീഡിയോസ് എടുത്തിന് കേട്ടോ. അതൊക്കെ മിസ്സായിപ്പോയി, ഇവിടെ പോയി ഇപ്പം ഒന്നും കാണില്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട സാധനം ഇതാട്ടോ, 2 തവളകൾ ചെസ്സ് കളിക്കുന്നു. അതൊക്കെ ഇത്ര ഇഷ്ടപ്പെട്ടിട്ടാ. അത് കഴിഞ്ഞ് പിന്നെ കുറേ കുട്ടികൾ ഇവിടെ ഭയങ്കര ഊഞ്ഞാലാടുന്നതും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെയും കുറേ പച്ചപ്പ് പൈസ ഓടിന് കയ്യിൽ നിന്നൊക്കെ ഇറങ്ങി. ലാസ്റ്റ് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് നേരം ഓനെ എടുക്കാം. അങ്ങനെ ഞാൻ ഓനെങ്ങനെ എടുത്ത് കൊണ്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓനെ ഇറങ്ങി ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ കാട്ടി കൊടുക്കുക കേട്ടോ. ഓന് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അവൻ കുറേ കടങ്ങിക്കും. അപ്പോൾ ഇതാ പൂമ്പറ്റതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കുട്ടിയായിട്ട് ഓനും ഓരോന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കണ്ട് അകത്തും കയറി എല്ലാം കണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നേരം ഇങ്ങനെ വൈകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.